തൃശൂർ പൂരം ഒരുക്കത്തിനിടെയാണ് മുണ്ടത്തിക്കോട് വലിയ ദുരന്തമുണ്ടായത്. അത് നാടിനെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിക്കെട്ട് സ്ഫോടനമുണ്ടായത്. ഉച്ച കഴിഞ്ഞ് 3:30-നാണ് ആദ്യ സ്ഫോടനമുണ്ടായത്. അതിനുശേഷം പിന്നീട് തുടർ സ്ഫോടനങ്ങൾ പ്രദേശമാകെ പുകപടലങ്ങൾ കൊണ്ട് മൂടുകയായിരുന്നു. അതിന് തൊട്ട് സമീപത്ത് വീടുകളില്ലെങ്കിൽ പോലും കുറച്ച് മാറി വീടുകളുണ്ട്. ആ വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു എന്നൊക്കെ വാർത്ത ആ സമയം പുറത്തു വന്നതാണ്. നമ്മൾ അതിലൊക്കെ ഇപ്പോൾ സ്ഥിരീകരണമായിട്ടില്ല. നിലവിൽ അവിടെയുള്ള തൊഴിലാളികളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് ആകാശ ദൃശ്യങ്ങളാണ്. ഈ അപകടമുണ്ടായ മേഖലയുടെ ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയൊരു ഭൂപ്രദേശമാണ്. 2-2.5 ഏക്കർ വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു പാടം. ആ പാടത്തിന് സമീപമാണ് ഈ വെടിക്കെട്ട് പുരയുള്ളത്. അതിന് തൊട്ട് ചേർന്നൊന്നും വീടുകളില്ല. അത് സ്വാഭാവികമാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. വെടിക്കെട്ട് പുരയ്ക്ക് തൊട്ട് ചേർന്ന് ജനവാസ മേഖല ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ജനവാസ മേഖലയോട് ചേർന്ന് വെടിക്കെട്ട് പുര ഉണ്ടാകാൻ പാടില്ല എന്നത് തന്നെയാണ് നിയമം. ആ തരത്തിലേക്ക് തന്നെയാണ്. പക്ഷേ ഇത് ഇത്ര വലിയ സ്ഫോടനം ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് മാറിയുള്ള വീടുകൾക്ക് കേടുപാടുണ്ടായി എന്നൊക്കെ നാട്ടുകാർ പറയുന്നത്. അതിൻ്റെയൊക്കെ നിജസ്ഥിതി എന്ത് എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. 2.5 ഏക്കർ വിസ്തൃതിയിലുള്ളൊരു പാടം. ആ പാടത്തിനോട് ചേർന്നാണ് വെടിക്കെട്ട് പുരയുള്ളത്. ഒന്നിലേറെ വെടിക്കെട്ട് പുരയുണ്ട്. 5 വെടിക്കെട്ട് പുരകളാണുള്ളത് എന്നതാണ് നമുക്ക് കിട്ടിയ വിവരം. ആ വെടിക്കെട്ട് പുരകൾ പൂർണ്ണമായി നശിച്ചിട്ടുണ്ട് ഈ സ്ഫോടനത്തിൽ. മറ്റന്നാളാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കാനിരിക്കുന്നത്. അതിൽ തിരുവമ്പാടി ദേവസ്വത്തിന് നമ്മളെപ്പോഴും പറയുന്നത് പോലെ സർപ്രൈസുകൾ ഒരുക്കുന്ന ആ വെടിക്കെട്ട് പുര പൂർണ്ണമായി കത്തിനശിക്കുമ്പോൾ ഒട്ടേറെ ജീവനുകളും അതിനൊപ്പം പൊലിഞ്ഞിട്ടുണ്ട്. നിലവിൽ നമുക്ക് ലഭിക്കുന്നത് 9 പേരുടെ മരണം എന്നുള്ളതാണ്. അത് സ്ഥിരീകരിച്ച വിവരമായി കിട്ടുന്നത്. ഒട്ടേറെ തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ പലരുടെയും ആരോഗ്യനില ഗുരുതരമാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഗുരുതരമായി പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് രാത്രി മുഴുവൻ അവിടെ രക്ഷാപ്രവർത്തനമുണ്ടാകും, തെരച്ചിലുണ്ടാകും. തെരച്ചിലിനായി ഡ്രോൺ ഇതിനോടകം തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടാതെ റോബോട്ടുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്ന് കളക്ടർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. കൂടുതൽ ലൈറ്റുകളുടെ ആവശ്യമുണ്ട്. രാത്രിയാകുമ്പോഴേക്കും ഇരുട്ട് ആണ്. അപ്പോൾ അതിനുവേണ്ടി ലൈറ്റുകൾ PWയുടെ നേതൃത്വത്തിലൊക്കെ ലൈറ്റുകൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഏതായാലും ഇനി അവിടെ ഉള്ളവരെ രക്ഷപ്പെടുത്തുക എന്താണ്, എത്ര പേർ ഉണ്ട്, ആകെ എത്ര തൊഴിലാളികളുണ്ട് എന്നതിൽ ഇപ്പോൾ കൃത്യമായൊരു കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. 30-നും 40-നും ഇടയ്ക്ക് എന്നതാണ് കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഈ സംഭവം നടക്കുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു അവിടെ എന്നതിലൊന്നും നമുക്ക് വ്യക്തതയില്ല. സ്ത്രീ തൊഴിലാളികൾ ഉണ്ടായിരുന്നു, അത് എത്ര പേരാണ് എന്ന് നമുക്കറിയില്ല. ആരാണ് മരിച്ചത് എന്ന് നമുക്കറിയില്ല. ഇതര സംസ്ഥാന തൊഴിലാളികളാണോ അതിൽ ഉൾപ്പെട്ടിരുന്നത്, നമ്മളുടെ ആളുകളുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. ഏതായാലും മനുഷ്യജീവനുകൾ എന്നുള്ളത് 9 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശ്രീകുമാരൻ തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ തൽക്കാലത്തേക്ക് നമുക്ക് തുടർ സ്ഫോടനങ്ങളില്ല എന്ന് പറയാറായോ? നേരത്തെയൊക്കെ നമ്മൾ ആ സ്ഫോടന ശബ്ദം കേട്ടിരുന്നു. അത് കൂടുതൽ ആശങ്കയുണ്ടാക്കുകയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുകയും ഒക്കെ ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? അനുജ, നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന ആശ്വാസകരമായ കാര്യം, ഒരു താൽക്കാലിക ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ നിലവിൽ സ്ഫോടനങ്ങളില്ല, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നേരം വരെയും ഏതാണ്ട് മിനിറ്റുകളുടെ ഇടവേളകളിൽ ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയായിരുന്നു, ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ഇപ്പോൾ നിലവിൽ സ്ഫോടനങ്ങൾ ഒന്നും തന്നെ കേൾക്കുന്നില്ല. ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് പ്രവേശിക്കുന്നു, സുഗമമായി തന്നെ പ്രവേശിച്ച് ആ മേഖലയിൽ വെള്ളമൊഴിച്ച് തീ കെടുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ കൂടുതൽ റെസ്ക്യൂ നടക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മോടൊപ്പം ഇപ്പോൾ VS സുനിൽകുമാർ കൂടി ചേരുന്നുണ്ട്, മുൻ മന്ത്രി. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇപ്പോൾ 9 മരണം എന്ന തരത്തിലൊക്കെ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. 9 പേര് മരണപ്പെട്ടു എന്നാണ് സ്ഥിരീകരിക്കപ്പെട്ടുള്ള വിവരമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ 40-ലധികം പേർക്ക് പരിക്കുണ്ടെന്ന്, അതായത് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഒരേ ഒരു വിവരം, ഒരു ഭക്ഷണം വാങ്ങിയിരിക്കും 40 പേർക്ക് ഭക്ഷണം വാങ്ങി എന്നുള്ള വിവരമാണ്. അപ്പോൾ 40 പേർക്ക് വേണ്ടിയാണോ, ഇനി 40 പേരുടെ ഭക്ഷണം 50-60 പേര് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള വിവരം നമുക്കറിയില്ല. ഏതാണെങ്കിൽ 40-ലധികം പേർക്ക് ഇവിടെ ഉണ്ടായിരുന്നു. 9ഓളം പേര് മരണപ്പെട്ടു എന്നുള്ള വിവരമാണ്. മാത്രമല്ല അതിനകത്ത് സതീശൻ, നമ്മുടെ മുണ്ടത്തിക്കോട് സതീശന് ഗുരുതരമായ പരിക്കാണ്. അപ്പോൾ പരിക്കേറ്റവരുടെ തന്നെ സ്ഥിതി വളരെ ഗുരുതരമാണെന്നുള്ള വിവരമാണ് മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് വളരെ സുരക്ഷിതമായ രീതിയിൽ നടന്നിട്ടുള്ള ഒരു, ഇന്ന് നിങ്ങൾ പത്രക്കാർ തന്നെ രാവിലെ നമ്മളിവിടെ വന്ന് നിങ്ങളിവിടെ എല്ലാം റിപ്പോർട്ട് ചെയ്തു പോയതാണ്. ഈ മുണ്ടത്തിക്കോട് ഈ പാടത്തിൻ്റെ ഈ
ഈ പറയുന്ന ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് മറ്റ് തരത്തിലുള്ള ഒരു ബാഹ്യമായ ഇടപെടലുണ്ടാവേണ്ട ഒരു സ്ഥലമല്ല അത്. മാത്രമല്ല പണിക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേദനാജനകമായ കാര്യം 12 മരണമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഔദ്യോഗികമായി അറിയിക്കുകയാണ്. ഗുരുതരമായ സ്ഥിതി ഉണ്ടായിരുന്ന ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇവിടെ ഇതിനകത്തേക്ക് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ കടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇനി അതിനകത്ത് എത്ര ആളുകൾ ബോഡി ഉണ്ട് എന്നുള്ളതും കൂടി അറിയുമ്പോഴാണ്. എന്തായാലും 12 പേര് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത്യന്തം എന്താണ് പറയുക വേദനാജനകമായൊരു കാര്യമാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരുക്കങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല. ഇതിനെപ്പറ്റി സമഗ്രമായിട്ട് അന്വേഷണം ആവശ്യമാണ്. എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്, ഇതിനുള്ള വഴികൾ എന്തായിരുന്നു. രാവിലെ മാധ്യമപ്രവർത്തകർ വരുമ്പോൾ അങ്ങനെ ഒരു സുരക്ഷയുടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും സുരക്ഷിതമായ ഒരു സ്ഥലം വേറെ ഉണ്ടാവേണ്ട കാര്യമില്ല. മാത്രമല്ല വർഷങ്ങളായിട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. പണിക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ സംഭവിച്ചു. ഈ ചൂടിൻ്റെ ആധിക്യം കൊണ്ട് സംഭവിച്ചതാണോ അതല്ല മറ്റേതെങ്കിലും രീതിയിൽ അശ്രദ്ധ മൂലമായിട്ടുള്ളതാണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമല്ലോ. പ്രത്യേകിച്ച് ഇത് ഇപ്പം പൂരത്തിൻ്റെ വിഷയം എന്നതിൽ മാത്രമല്ല 12-ലധികം ആളുകൾ മരണപ്പെട്ടിട്ടുള്ള മനുഷ്യനാണ് പ്രശ്നമാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ഒരു വലിയ ദുരന്തം 2 ദിവസം ഉണ്ടായപ്പോൾ നമ്മൾ ഞെട്ടലോടുകൂടി നമ്മൾ അപ്പുറത്തല്ലേ എന്ന് വിചാരിച്ച ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ മുമ്പിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.